ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചോദിച്ച അത്രയും തന്നെ ഉണ്ട്. ഓക്കെ കിഷോറെ, വളരെ നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അറിയാലോ കാര്യങ്ങള്, കൃത്യമായ പലിശ. എന്തേലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. നമ്മളായിട്ടൊരു വഴി തെളിയിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. കയറി ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും. വിഷ്ണുവേട്ടൻ കൂടി ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ദേഷ്യം എന്നോട് തീർക്കുകയും ചെയ്യും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിന്നാ മതി. എത്രയൊക്കെ പറഞ്ഞാലും നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ വീടാണത്. അത് കഴിഞ്ഞ് നിന്റെ സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ. അമ്മളെ ഓട്ടോയ്ക്ക് കാശുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ. എന്നാ പൊയ്ക്കോ. പോട്ടെ സത്യ. അപ്പൊ നിങ്ങളുടെ വഴക്കൊക്കെ മാറിയോ? എന്നാലും നാളെ ഞാൻ വരില്ല. ഓ വരണ്ട, നമുക്കിപ്പൊ വീട്ടിലേക്ക് പോവാമോ? വാ. ശരി മോളെ. വാ മോളെ. ആശൻ എന്താ പറ്റിയേ? ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളല്ലേ? ഏട്ടത്തമ്മ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ആശൻ കാണുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തില് അവളോട് ദേഷ്യപ്പെട്ടു പോയതാ. കാത്തിരുന്ന് കിട്ടിയതാ അവളെ. അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും. നോട്ടെ, കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചോളാം. ഞാനൊന്ന് വിളിച്ചാ തീരുന്ന പിണക്കൊക്കെ അവൾക്ക് ഉണ്ടാവുള്ളൂ. അതല്ല ആശാനെ, എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരു തലയിലേക്ക് വന്നു കയറുമ്പോ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അത് ശരി തന്നെയാ, പക്ഷെ നേരിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ. എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. നീ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നവും കൂടി ഒരുമിച്ച് വന്നോണ്ടായിരിക്കും. എന്റെ മനസ്സ് പിടിച്ചോടുത്ത് കിട്ടുന്നില്ല. കാര്യങ്ങളൊന്നും ശരിക്കും നടക്കുന്നുമില്ല. അതിന്റെ ഇടയിൽ അവളുടെ നിർബന്ധം കൂടെ ആയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഇവിടെ ഇപ്പോ ഏട്ടത്തേമ്മയായാലും ഏട്ടത്തേമ്മയുടെ വീട്ടുകാരായാലും ആശൻ എന്നൊരൊറ്റ വ്യക്തിയെ ആശ്രയിച്ചിട്ടാ അവരുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമായി കാണുന്നതും ആശാനെ തന്നെയാ. ആ ആശാൻ ഇങ്ങനെ നിയന്ത്രണം വിട്ടാൽ അവരെല്ലാം നിലയില്ല കയറ്റി വീണതുപോലെയാവും. എടാ, എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. പക്ഷെ നീ ഒന്ന് എന്റെ ഭാഗത്ത് ചിന്തിച്ചു നോക്കിയേ. അവിടെ അമ്മ അച്ഛനും എപ്പോ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുക. എടാ, ഒരു വീട് പോലും എടുത്തിട്ടില്ല, അറിയോ? കേസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ കാര്യങ്ങളോ? ഷാലിയുടെ അവസ്ഥ എങ്ങനെയായോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഓടിയിറന്ന് ഞാൻ വേണം നോക്കാൻ. കയ്യിലടി 10 പൈസ ഇല്ല. ഇവിടെ വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാനിപ്പോ കടന്നു പോകുന്നേ. അതിന്റെ ഇടയിൽ അമ്മ ഇപ്പൊ വീട്ടിൽ നിന്ന് 2 വന്നുകൊണ്ട് വിളിക്കുക. ഞാൻ ഫോൺ എടുത്തില്ല. എന്തിനാ പിടിക്കണേ? എന്തെങ്കിലും പറയട്ടെ, എന്നെ കൊണ്ട് വിളിക്കാനായിരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നെ ഇപ്പൊ അവിടം വരയ്ക്ക് യാത്ര അയക്കണം. ഷാലിയുടെ സഹായത്തിനായിട്ട് ഞാൻ ഇവിടെ നിൽക്കരുതല്ലോ, അതെന്നെ കാര്യം. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ ഞാൻ ദേഷ്യപ്പെടുന്നേ. എല്ലാരോടും ക്ഷമിക്കുക എന്ന് പറയാൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. ആശാന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അറിയാം. ഈ സമയത്ത് ആശാനെ സാമ്പത്തികമായി സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ കാര്യം ആശാനെ അറിയില്ലേ? സമ്പാദ്യം തെറ്റായിട്ട് എഴുതാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതെങ്ങനെ സ്വരുക്കൂട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് മാത്രം ഞാൻ പഠിച്ചിട്ടില്ല. അതിനൊട്ട് കഴിവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കാശിന് വേണ്ടി എന്റെ ആശാൻ ഓടേണ്ടി വരില്ലായിരുന്നു ആശാനെ. ആത്മാർത്ഥമായിട്ടൊരു നേരില് പോലെ നീ ഇപ്പൊ കൂടെ നിൽക്കുന്നില്ലേ? അത് തന്നെ ഇന്നത്തെ കാലത്തൊരു വലിയ കാര്യം തന്നെ. പണമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ നഷ്ടങ്ങളെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതാരും ബോധ്യപ്പെടുത്താനൊന്നുമല്ല, നമുക്കത് കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. ആശാൻ സത്യമോളൊന്ന് വിളിക്കണം കേട്ടോ. കുറെ നാൾ അച്ഛനെ പിരിഞ്ഞിരുന്ന മോള. അച്ഛൻ്റെ ഇത് എന്ത് സ്വീകരിച്ചാലും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രായോ. ഈ ഒരു ചെറിയ സങ്കടം ആശാന്റെ ഫോൺ വിളിയിലൂടെ പോകുമെങ്കിൽ അങ്ങ് പോട്ടെ ആശാനെ.
നിങ്ങളുടെ ഹോട്ടലിൽ ഇരിക്കുന്ന ആ ഇത്തിരി വട്ടത്തിൽ കിടക്കുന്ന സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? ഇത് അതൊന്നുമല്ല, അറിഞ്ഞോണ്ടുള്ള ഒരു പരിഹാസം. ഇപ്പം മനസ്സിലായി ഇങ്ങനെ ഒരു വരവ് വരേണ്ടിയിരുന്നില്ലെന്ന്. സത്യാമ്മ, ഭാമേ, ഭാമേ, എന്താ രാഘവേട്ടാ വരുന്നു? ദേ ഒരാൾ കാണാൻ കിഷോറോ, വരൂ അകത്തേക്ക് ഇരിക്കാം. ഇല്ല, ഇരിക്കുന്നില്ല. 1-2 സ്ഥലത്ത് കൂടി ഇതുപോലെ പോകാനുണ്ട്. പണ്ടത്തെ പോലെ വലിയ രീതിയിലൊന്നും ഫണ്ട് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. അടുത്തറിയാവുന്ന വേണ്ടപ്പെട്ടവർക്ക് മാത്രം. തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണല്ലോ സത്യാമ്മ. അതുകൊണ്ട് മാത്രമാ. ദാ ചോദിച്ച അത്രയും തന്നെ ഉണ്ട്. ഓക്കെ കിഷോറെ, വളരെ നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അറിയാലോ കാര്യങ്ങള്. കൃത്യമായ പലിശ. തന്ന എമൗണ്ടിന്റെ കാര്യം ഞാൻ ചോദിക്കുകയില്ല. അതാണ് നമ്മുടെ ഡീലിങ്സ്. കൈയറിയാതെ ഒരുപാട് കൊടുത്ത ആളാ ഞാൻ. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിരിക്കേ ഇപ്പോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. വരട്ടെ ചേട്ടാ. ഭാമേ, അപ്പോ ഒരാവശ്യം വന്ന സത്യഭാമയ്ക്ക് കൈനീട്ടി കാശ് മേടിക്കാൻ അറിയാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം പലിശക്കെടുത്തതാ. ഇനിയിപ്പോ ഒരുപാട് ആവശ്യങ്ങൾ വരികയല്ലേ. എടുത്താൽ മാത്രം പോരല്ലോ ഭാമേ, അത് കൊടുക്കാനുള്ള വഴിയും കൂടി കാണണ്ടേ? അതിനുള്ള വഴി സർവേശ്വരൻ കാട്ടിത്തരാതിരിക്കില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് വീടെടുക്കണ്ടേ, കാര്യങ്ങൾ നടത്തണ്ടേ? അതിനെല്ലാം വേണ്ടത് പണമാ. ഇതിപ്പോ തികയോന്ന് സംശയം. അല്ല വീടെവിടെയെങ്കിലും നോക്കിയായിരുന്നോ? ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ഒരു വീട്. അവിടെ രാഘവേട്ടനും ഞാനും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് നമുക്കവിടെ കഴിയാം. ഒരാളും നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വരില്ല. ഒരാളെ നമ്മൾ ഭയക്കുകയും വേണ്ട. ഇനിയുള്ള കാലം സ്വസ്ഥതയും സമാധാനവുമായി ഒരാളുടെയും ശല്യമില്ലാതെ നമുക്കവിടെ കഴിയാം.